കണ്ടോ ഫോൺ ബെല്ലടിക്കണ കേട്ടില്ലേ നിനക്ക്? അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഫോൺ എടുക്കരുതെന്ന്. അത് കളിക്കാൻ വേണ്ടി എടുക്കരുതെന്നല്ലേ പറഞ്ഞേ? ഫോൺ വന്ന് എടുക്കണ്ടേ? ഹലോ രാജമെമ്പറെ, പോവല്ലേ? ഇല്ല, ഞാനൊരു 1/4 മണിക്കൂറിനുള്ളിൽ ഇറങ്ങും. ആ, വന്നിട്ട് ഒരുമിച്ച് പോകാട്ടാ. ശരി ശരി ശരി. ആ, എവിടെ പോന്നമ്മ? അമ്മ പറഞ്ഞില്ല അമ്മയ്ക്ക് ഇന്ന് മറ്റേ മഴവെള്ള സംഭരണിയുടെ ഉദ്ഘാടനം. എന്റെ പൊന്നേ, വരണ്ട. അതൊരു കുന്നിന്റെ മണ്ടയില, ഭയങ്കര വെയിലായിരിക്കും, ഇരിക്കാനും കൂടി സ്ഥലം ഉണ്ടാവൂല. അത് കുഴപ്പമില്ല, ഞാൻ വരാം. നിനക്ക് ഇവിടെ ഇരുന്നാ പോരെ, എന്തിനീ വെയിൽ കൊണ്ട് നടക്കണത്? വന്നേ കുളിപ്പിക്കാമ്മ. ഞാൻ എവിടെയാ? ഞാൻ വരണേ. ഞാൻ വരും. എന്തിനാന്ന് അവിടെ വന്നിട്ട് പിള്ളേർ ആരുമില്ല. എഴുന്നേക്ക്. അത് കുഴപ്പമില്ല. ഇവിടെ നിനക്ക് മാമനൊക്കെ ഉണ്ടല്ലോ കളിക്കാൻ. റൊണാൾഡോ അമ്മ പോയ ഉടനെ എല്ലാം തിന്നിട്ട് ഇറ കിടന്ന് ഉറങ്ങും. പിന്നെ കുറുക്ക് വലി കേൾക്കാനേ എനിക്ക് സമയമുള്ളൂ. അന്നാ റൊണാൾഡോ മാമന്റെ അടുത്ത് കൊണ്ട് അവൻ അപ്പുറത്ത് പോയി അമ്മുമ്മയുണ്ട്, മാമനുണ്ട്, കനകമാമനുണ്ട്. പിന്നെന്താ, മാമ ഇപ്പൊ SI ആയതിനു ശേഷം വേറെ ജോലികളും മീശ വിരിപ്പുവാ. അമ്മയുടെ പൊന്നുവാ, അമ്മ കുളിപ്പിച്ചു തരാം. അമ്മ പറയണ കേക്ക് പൊന്നെ. അമ്മ എന്നെ പ്രസവിക്കണ്ടായിരുന്നു, ആ വയറ്റിൽ തന്നെ കിടന്നാ മതിയായിരുന്നു. അതാകുമ്പോ ചൂടും ഇല്ല വെയിലും ഇല്ല, കറക്റ്റ് സമയത്ത് ഭക്ഷണവും കിട്ടും, സ്കൂളിലും പോണ്ട. ആ ഫോണും കൂടി അങ്ങ് തന്നായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. എന്നാ അമ്മ വയറിലോട്ട് ഇട്ടേക്കട്ടെ നിന്നെ. എന്നേക്ക്. ഇതെന്താ രാവിലെ തന്നെ കുളി? ഞാനിവിടെ പൂജപ്പുര മൈതാനത്ത് വരെ പോണം. ഇപ്പൊ പോണെന്താ? അവിടെ ഒരു ഈ വണ്ടി ലോൺ അടയ്ക്കാതെ പിടിക്കുന്ന ബാങ്ക് സിസിയുടെ വണ്ടി ലോൺ മേള നടക്കുന്നു. ഒരു കൂട്ടാനൊരു ബൈക്ക് എടുത്ത് കൊടുക്കണം. നിന്റെ വാക്ക് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂലല്ലോ. നീ അല്ലേ പറഞ്ഞത് എങ്ങും പോകണ്ട, അതുകൊണ്ടല്ലേ കൊച്ചിനെ ഞാൻ ഇവിടെ ഇരുത്തിയത്. അത് ഇന്ന് രാവിലെ വിളിച്ചത്. 10,000 കമ്മീഷൻ കിട്ടുന്നില്ല, കളയുന്നതിന്. ഞാൻ പോയിട്ട് ടക്കറിഞ്ഞ് വരും. കണ്ടാ, അമ്മ മോൻ അപ്പുറത്ത് വരുന്നു, അമ്മ വേഗം വന്നോളാം കേട്ടോ. എന്റെ പൊന്നല്ലേ, ബാ അമ്മ കുളിപ്പിച്ചേരാ. പിന്നെ ഒന്ന് കുളിപ്പിക്കും, എനിക്ക് പോവാൻ സമയം. ഞാൻ തന്നെ ഇപ്പൊ കുളിച്ച് ആകെ ക്ഷീണിച്ചിട്ടിരിക്കുക. അത് അവൻ ഇനി പോയിട്ട് കുളിക്കാം. അല്ലെന്നുണ്ടെ കൊണ്ടുപോകും അവനവിടെ. അവനെ കൊണ്ടുപോകാൻ പറ്റില്ല, അവൻ അവിടെ ഭയങ്കര തിരക്ക്. എവിടെ തിരക്ക്? തിരക്കല്ല, വെയിലായിരിക്കും. പിന്നെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നും ഉണ്ടാക്കിയില്ലേ? എനിക്ക് പോവണ്ടേ റൊണാൾഡോ, എല്ലാം കൂടി ഞാൻ എന്ത് ചെയ്യും? ഈ ജലസംഭരണി 12-11:30 കണ്ടല്ലേ ഉൾക്കാണ്. അതൊരു മണ്ടേലാന്ന്, അത് അവിടെ കേറി ചെല്ലണ്ടേ. ഒരു ജീപ്പ് പിടിച്ചിട്ടുണ്ട്, അതിന് എല്ലാരും കൂടി പോണം എനിക്ക്. അവൾ ഓട്ടോ, നിങ്ങളൊരു ഓട്ടോ വിളിച്ചങ്ങ് പോ. ഓട്ടോ ഒന്നും അങ്ങോട്ട് വരൂല, ജീപ്പേ പോവുള്ളൂ. മക്കളൊരു കാര്യം ചെയ്യ്, തല നനയ്ക്കണ്ട, മേലൊന്ന് കഴുകിയിട്ട് മേല് കഴുകിയിട്ട് വന്നിട്ട് ഈ ഉടുപ്പും അങ്ങ് മാറിക്കോ. എന്നിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോയിത്താം കേട്ടാ. ചെല്ല്, ഞാൻ രണ്ടൊന്ന്. 100 രൂപ കട കൊടുക്കാൻ കാണും. ഇല്ല, നിന്റെ വല്ലോണ്ടോടാ? കള്ള ഇന്നാളി ക്ലീറ്റമച്ചമുട കയറുന്ന 10ന്റെ 20ന്റെ നോട്ടല്ലാതെ നിനക്ക് നിങ്ങളുടെ വഞ്ചിപ്പെട്ടി ഇടാനായിട്ട് ഉണ്ട്. പക്ഷെ എനിക്ക് മറ്റേ ബോളിന്റെ ഇത് വാങ്ങണം. ഏത് ബോളിന്റെ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ നെക്കുമ്പോ മറ്റേ കുടിക്കുന്ന സാധനം വരുന്നു. അത് മേടിക്കാതെ, അത് നമുക്ക് മേടിക്കാം ഇടയ്ക്ക്. ഇപ്പൊ ഒരു 100 രൂപ. എനിക്ക് പറ്റൂല. തക്കുടു പറ്റൂല. നാളെ ബോംബെ മുട്ടായിക്ക് നീ കരഞ്ഞപ്പോ ആരാണ് മേടിച്ചോണ്ട് വന്നത് രാത്രിയില്? 1 രൂപയുടേതാ. 1 രൂപയുടെ ആയാലും രാത്രി 9 മണിക്ക് നിനക്ക് വേണമെന്ന് പറയുമ്പോ ഞാൻ പോയി ചന്ത പോയി മേടിച്ചോണ്ട് വന്നില്ലടാ. ഞാൻ പറ്റൂല. ക്ലീറ്റമച്ചയുടെ മോൻ തന്നെ. സാർ, അല്ല സാർ, അത് ഞാൻ അതുകൊണ്ടല്ല ചെയ്തത്. എന്താ വെച്ചാല് അവന്റെ പെരുമാറ്റം ഭയങ്കര മോശമായിരുന്നു. പിന്നെ പബ്ലിക്കായിട്ട് ഒരാൾ അങ്ങനെ പെരുമാറുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തിരിക്കുന്നത് മോശമല്ലേ സാർ? അതുകൊണ്ടാണ്. അല്ല അങ്ങനല്ല, അത് ആരായാലും അങ്ങനെ. സാർ, 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 ശരി. കഴിക്കാൻ പെട്ടെന്ന്. അമ്മ, അമ്മോ, എന്താണ് ഇതെന്തോന്ന് കറിയമ്മായത്? എന്ത് കയ്പും എരിവും എല്ലാം കൂടെ ചേർത്തിട്ട്. കയ്പൊന്നും ഇല്ലല്ലോ.
അതുകൊണ്ടാണ്ട് നീ കഴിച്ചാല് നിനക്ക് കയ്പ് തോന്നുന്ന? ഇല്ല കൊച്ചമ്മ, എനിക്ക് കയ്പൊന്നും ആ നിനക്ക് തോന്നൂല. എന്തെങ്കിലും വിളമ്പ് വെക്കുമ്പോ അതങ്ങ് മുഴുകയല്ലേ നീ, പിന്നെ എനിക്ക് അങ്ങനെ തോന്നാനാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്. നിന്റെ ഭാര്യ ഉണ്ടാക്കി തരുമ്പോ നീ കയ്പൂ എരിപ്പൂന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അമ്മ ആഹാരത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ അമ്മയാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, പെങ്ങളാണെങ്കിലും ശരി, പറയേണ്ട കാര്യം ഞാൻ പറയും. അമ്മയ്ക്ക് അറിയാലത് കൊള്ളൂലത്. വേണമെങ്കിൽ എടുത്ത് കഴിച്ചിട്ട് പോടാ. നീ പയ്യെങ്കിലും എങ്ങനെയെങ്കിലും പാടുപെട്ട് ഉണ്ടാക്കി വെച്ചപ്പോ കുറ്റം പറയാൻ നടക്കുന്നു. പിന്നെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. അച്ഛാ, അമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതില്ലേ, ചിലപ്പോ ഈ ഒരു ചെറിയൊരു അരുചി ഉണ്ട്. എനിക്കൊന്ന് മസാലയുടെ ആയിരിക്കും. മസാലയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ അമ്മ, മസാല വേറെ മേടിച്ചോണ്ട് വരുമല്ലോ. ഇത് കേടായ മസാല എടുത്തിട്ട് കുഴപ്പത്തിലായത്. വേണമെങ്കിൽ എടുത്ത് കഴിച്ചിട്ട് പോടാ. നീ നിന്റെ ജോലി നോക്കിയിട്ട് കുറ്റം പറയാൻ വന്നിരിക്കുന്നു. കനക, ഇത് കഴിച്ചിട്ട് പോ. അച്ഛമ്മേ, അതെ, ഏതോ ഒരു ഫോൺ കോൾ വന്നിട്ട് അച്ഛമ്മയുടെ മൂഡ് മാറിയിരുന്നേ, അതുകൊണ്ട് അമ്മ അത് കാര്യമാക്കുന്നത്. പിന്നെ അവന് മൂട് മാറിപ്പോയാൽ എനിക്ക് ഓണം വന്നതുപോലെയാണ്. വേണേ കഴിച്ചിട്ട് പോട്ടെ. കഴിച്ചിട്ട് പോ. എഴുതി കഴിച്ചേ. എനിക്ക് വേണ്ട. വേണ്ടേ? അത് എനിക്ക് നൂഡിൽസ് മതി. നൂഡിൽസാ? അയ്യോ, എന്നെ കൊണ്ട് അതൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ മക്കളെ. എനിക്ക് വയ്യ. അമ്മ വരട്ടെ, അപ്പോഴമ്മ ഉണ്ടാക്കി തരും മക്കളെ. എനിക്ക് വേണ്ട, എനിക്ക് നൂഡിൽസ് മതി. ചേട്ടാ, അമ്മ വരട്ടെ, അമ്മ വന്നിട്ടുണ്ടാക്കി തരും. കഴിക്കുക തൽക്കാലം. എനിക്ക് വേണ്ട, ഞാൻ ഒന്നും കഴിക്കൂല. എനിക്ക് നൂഡിൽസ് മതി. തടാ, നീ നിന്റെ മാമനെ പോലെ തുടങ്ങരുതേ. അമ്മ വരട്ടെ, അമ്മ ഉണ്ടാക്കി തരും. മക്കൾ കഴിക്കേ. എനിക്ക് വേണ്ട. മക്കളെ, ഇതെവിടെ കിട്ടും? മേടിച്ചു തരൂ. മേടിച്ചു തരൂ. എവിടെ കിട്ടുമെന്ന് പറ. ഇത് നമ്മളെ മാവുമാമന്റെ കടയിൽ കിട്ടും. ഞാൻ പോയിട്ട് വരാം. വേണ്ട, മക്കള് പോണ്ട. അമ്മൂമ്മ പോയി വാങ്ങിച്ചിട്ട് വരാം. മക്കൾ പുറത്തോട്ടൊന്നും ഇറങ്ങല്ലേ. കഴിക്കേ. വെള്ളമൊക്കെ എടുത്ത് കുറിച്ച്. ആ അല്ല, പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഞാൻ ഇതായിപ്പോയി. ഇപ്പൊ സാറിന് മനസ്സിലായല്ലോ, അത് എത്രയേ ഉള്ളൂ. ശരി, ഓക്കെ. അമ്മ, അമ്മോ, അമ്മ, അമ്മയുടെ മകളെ കടയിൽ പോയി. എന്തിന്? എനിക്ക് നൂഡിൽസ് മേടിക്കാൻ പോയി. എനിക്ക് നൂഡിൽസ് മേടിക്കാൻ പോയി. അയ്യോ, നല്ല വെയിലല്ലായിരുന്നു മകളെ. മാമനെ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു. മാമൻ മേടിച്ചോണ്ടല്ലായിരുന്നു നൂഡിൽസ്. അമ്മേരെ ഫോണില്ലായിരുന്നു. ഇതെന്താ സംഭവം? തറയിട്ട് കളിക്കാത്തത് ജീപ്പാണെന്ന് തോന്നുന്നു. ജീപ്പാ? പാസഞ്ചേഴ്സ് ഇല്ലല്ലോ. മക്കളാണോ ഡ്രൈവറാണോ? ഇത് ഞാൻ. അയ്യോ, അപ്പൊ മാമൻ എവിടെ ഇരുത്തുവോ? ബാക്കില് അമ്മയും ഡാഡിയൊക്കെ വെക്കാം. അപ്പൊ മാമിയെ വെക്കാം. എന്താ ഭയങ്കര പ്ലാനൊക്കെ. അമ്മ, അമ്മ, ഇച്ചിരി വെള്ളം. അമ്മേ. ഓ, ഇവിടെ ഇല്ല ആള്. എവിടെ പോയി? കൊച്ചിനെന്തോ നൂഡിൽസ് അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ ഇറങ്ങിപ്പോയി. ഞാനും ഇവിടെ ഇല്ലായിരുന്നു. ഇത് നല്ല വേഷം കിട്ടി ചെറുക്കന്. രാവിലെ നീ കഴിച്ചല്ലേടാ? ഇല്ല, എനിക്ക് നൂഡിൽസ് മതിയായിരുന്നു. നൂഡിൽസ് മതിയായിരുന്നു. ഇവിടെ ഉള്ള എന്തെങ്കിലും കഴിച്ചാ പോരാ. അമ്മേനെ അങ്ങോട്ട് കടയിലോട്ട് വിട്ടപ്പോ അവന് സമാധാനമായി. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ അമ്മമ്മ കേട്ടില്ല. അമ്മമ്മ പോവാന്ന് പറഞ്ഞു. പോട്ടെ, വരുമല്ലോ. എങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്തോ. ബാവുണ്ടായിരിക്കും. പിന്നെ ഇന്നലെ സ്റ്റേഷനിൽ മറ്റേ മഞ്ജു എന്ന് പറഞ്ഞൊരു പെണ്ണ് ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു കേസ് വന്നായിരുന്ന. എന്നിട്ട് നീ ആ പെണ്ണിന്റെ അനുകൂലമായിട്ട് ഒത്തുതീർപ്പാക്കി വിട്ടല്ലേ? അവളുടെ ഭാഗത്തല്ലേ ന്യായം? കുന്തമാണ് ന്യായം അവളുടെ ഭാഗത്ത്. ആ പെണ്ണാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത്. ആ ചെറുക്കൻ പാവാ. നല്ല എടി, അവളുടെ ഭാഗത്താണ് ന്യായം. എവന്റെ ഈ മോശപ്പെട്ട പ്രവൃത്തി കൊണ്ടാണ് അവള് അങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്ത് മോശപ്പെട്ട പ്രവൃത്തി? അവൻ ഇച്ചിരി കുടിക്കുമായിരിക്കും. ഇച്ചിരി കുടിക്കും, അത് കുഴപ്പമല്ലേ? കുടിക്കണത് എന്തുകൊണ്ടാ? ഈ പെണ്ണ് കാരണം.
ഈ പെണ്ണ് എന്തൊരു വഴക്കാളിയാന്നറിയാവോ? ആ നാട്ടിലുള്ള എല്ലാ സർവത്ര മനുഷ്യരോടും വഴക്കാ. ഈ ചെറുക്കന് സമാധാനം കൊടുക്കൂല. സമാധാനം കിട്ടാൻ വേണ്ടിട്ട് കുടിച്ച്. എടേ, ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് അന്വേഷിക്കും, അതിനെ കുറിച്ച് പഠിക്കും, മനസ്സിലാക്കും, എന്നിട്ടാണ് തീരുമാനം എടുക്കുന്നത്. പഠിച്ചിട്ടാ ഇപ്പൊ ഇങ്ങനെ ചെയ്തത്. എങ്ങനെ ചെയ്തത്? അവിടെ ഒരാളും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവും കുറച്ചങ്ങ് നീങ്ങിയിട്ട് അവരുടെ അയൽവക്കത്ത് എവിടെയെങ്കിലും പോയെന്ന് അന്വേഷിച്ചു. നിന്നോട് ആരാണ് പറഞ്ഞത്? എടാ എനിക്ക് അറിയാവുന്നവരാണ്. ഇതിനു മുമ്പ് അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീ ഒന്നും കൂടി അവരൊന്ന് സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കേ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു നിരപരാധിയെ ശിക്ഷിക്കപ്പെടുന്നത്. ആ ചെറുക്കൻ പിന്നെ അവിടെ കിടന്ന് ക്രൂശിക്കപ്പെടും. ഓ, പക്ഷെ അവളുടെ സംസാരം പെരുമാറ്റമൊക്കെ കണ്ടപ്പോ നമുക്ക് ഒരാളെ കണ്ടറിയാലേ. അവള് നല്ല പഠിച്ച കള്ളി. അതാ ചുമ്മാ ഒന്നും അന്വേഷിക്കാതെ നടക്ക് വന്നിട്ട്. എന്താണ് നീ പറഞ്ഞേ? അങ്ങനെ തന്നെ പറയുള്ളൂ. ഞങ്ങൾ അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് തന്നെ. ഇതന്നെ വണ്ടിയിലൊക്കെ ജോലി ചെയ്യാൻ പോയി എനക്ക്. നമ്മളെ വർക്ക്ഷോപ്പിന്റെ അവിടെ കടയിൽ കേരച്ചൂര് മുറിച്ചു. അപ്പൊ ഞാൻ പിന്നെ അരക്കില പിടിച്ചിട്ട് പറ്റില്ല. എനിക്ക് വേണ്ട, എനിക്ക് പറ്റില്ല. പോടുന്നു. നല്ലതാന്ന് വെച്ചിട്ട് എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ മീൻ മേടിക്കാൻ. അല്ലെങ്കിൽ നിന്നോട് എന്തെങ്കിലും മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനങ്ങ് കൈ പൊങ്ങൂല. ആ പരാതി തീർക്കാൻ വേണ്ടിട്ടാണ്. പരാതി തീരണ്ട. ബാക്കിയുള്ള പണിയെല്ലാം കഴിച്ചിട്ടാ പോയത്. അമ്മ ഏൽപ്പിക്കാം. അമ്മ എല്ലാവരും കുടമ്പുള്ളിട്ട് വെക്കും. അമ്മ വന്നിട്ട് വയ്ക്കാം. അതാ പറഞ്ഞിട്ടുണ്ട്. എടാ പറഞ്ഞ പോലെ അമ്മ വരാത്ത എന്താടാ? അമ്മയോട് പോയി അവൻ കാരണം അവൻ അമ്മനെ നൂഡിൽസ് മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടാണ്. ഇപ്പൊ നൂഡിൽസ് തിന്നില്ലെങ്കിൽ അങ്ങ് ചത്തു. വിളിച്ചോട്ടെ അമ്മ. അതിന് അമ്മൂമ്മ ഫോണൊന്നും കൊണ്ടുപോയില്ല. ഫോൺ അകത്തിരിപ്പുണ്ട്. കൊണ്ടുപോയില്ലേ? അത് കൊള്ളാം. ഈ അമ്മയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോ ഈ ഫോണും കൊണ്ട് പോകാൻ പാടില്ലേ? നീ ആ ബാബുച്ചേന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേ കടയിലെ. സമയമായി. ഇതല്ല കടയിൽ പോയിട്ട് വരാൻ എന്തോരം സമയം വേണം? ബാബുചേട്ടാ. അങ്ങനെ അമ്മ അങ്ങോട്ട് വന്നായിരുന്നു? ഇല്ലേ? ഇല്ല, എന്താ നൂഡിൽസ് അങ്ങോട്ട് വാങ്ങാനായിട്ട് അണ്ണ കട ഉണ്ടായിരുന്ന? ഓ, ഇത് അണ്ണ കട തുറന്ന. ശരി. ശരിയാണ്. അമ്മ അങ്ങോട്ട് വരണമെങ്കിൽ ഒന്ന് വിളിക്കണ എന്നെ. എന്ത് കട ചെന്നില്ലേ? ഇല്ലേ? ഇനി വേറെ വല്ല കടയിൽ പോയോ? പോണേ എവിടെ പോവുള്ളൂ. ഞാൻ ഇനി അണ്ണ ഇല്ലാത്ത സമയത്ത് പയ്യനാണ് കട തുറന്നെങ്കിൽ അമ്മ അതിനിടയിൽ വന്ന് പോയെന്ന്. അപ്പൊ അല്ല, അണ്ണനാണ് കട തുറന്നത്. അവരാഗ്രഹം പറഞ്ഞെന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട. ഞാൻ വേണമെന്ന് പോയി നോക്കിട്ട് വരാം. നിന്നെ എന്താ ചെയ്യണ്ടെന്നറിയോ തക്കടോ? മേളി കട വരെ പോയാൽ മതിയല്ലോ. എടാ നീ കൂടി ചെല്ലടാ. അവന്റെ കൂടെ ചെല്ല. എടാ ഞാൻ വരുന്ന. ഞാൻ വരുന്നു. വിളിക്കാം. അമ്മ ഇങ്ങോട്ട് വന്നില്ലായിരുന്നല്ലേ? അല്ല, ഇവിടെ ഈ നൂഡിൽസ് അങ്ങോട്ട് മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങോട്ട് വരണമെങ്കിലേ എന്നൊന്ന് വിളിക്കണേ. അങ്ങനെ വീട്ടിൽ ചെന്ന് കാണണേ. ഹലോ, അങ്ങോട്ട് താടി. ഇല്ല, ബാബുണ്ടാവണമെന്നില്ല. നീ എന്നെ ഇവിടെ പഠിപ്പിക്കരുത്. ഞാൻ നോക്കട്ടെ. ഞങ്ങൾ എന്തായാലും ഇവിടെ അങ്ങോട്ടും ഇവിടെയൊക്കെ പോയി നോക്കാം. അതിനു മുമ്പാണ് അമ്മ അങ്ങോട്ട് വന്നാൽ നീ എന്നെ ഒന്ന് വിളിച്ച് പറയണേ. നീ പിന്നെ വേറെ ആരും വിളിച്ച് പറയാൻ നിൽക്കണ്ട. ശരി. ഒരു നൂഡിൽസ് എടുക്കാറെങ്കിൽ അമ്മ ഇതെവിടെ പോയതാ? നീ വണ്ടി വിട്ടേടാ. നീ ലില്ലിപ്പള്ളി ഡാൻസ് സ്കൂളിൽ അങ്ങനെ പോയി കാണോ? അവിടെ പോകേണ്ട കാര്യമില്ലടാ. അങ്ങനെ പോകില്ല. കുടങ്ങാവളൊക്കെ അങ്ങനെ വണ്ടി കയറിയതായിരിക്കും. കുടമാളൊക്കെ എന്തിനാ നമ്മളില്ല അമ്മ പോകുന്നത്?
എനിക്കൊരു കാര്യം ചെയ്യും, അമ്മാവനൊന്ന് വിളിച്ചു പറ. അമ്മാനോട് ശരിയാവില്ലടാ. അമ്മാവൻ അറിഞ്ഞോടെങ്കിൽ ഓടി വരും. പിന്നെ ഇവിടെ ബാക്കിയുള്ള എനിക്കിപ്പുറത്ത് തരില്ല. എന്തായാലും വിഷമിക്കാതെ, നമുക്ക് ഇവിടെ ഒക്കെ നോക്കാൻ പറ്റും. അതല്ലടാ, ഞാനേ രാവിലെ ദേഷ്യപ്പെടുകയും ചെയ്ത് ഞാനത് അപ്പൊ അങ്ങ് മറക്കം ചെയ്ത് തിരിച്ചു വന്ന് അമ്മയോട് സോറി വരാൻ വേണ്ടി വന്നാ. വിഷമിക്കാതെ നമുക്ക് നോക്കാം. എന്താടാ വിവരമൊന്നും അറിഞ്ഞില്ലേ? അവൻ എന്തിയെ? അവൻ വേറെ റൂട്ട് പോയേക്കാ. നീ എന്താ എന്നിട്ട് ഇങ്ങോട്ട് പോന്നേ? അല്ലേ വിവരം എന്തെങ്കിലും അറിഞ്ഞോ? രണ്ടുപേരും ഒരു വഴിക്ക് പോകണ്ടല്ലോ എന്ന് കരുതിട്ട് അവൻ അത് വഴിക്ക് പറഞ്ഞു വിട്ടെ. എന്നിട്ട് ഞാൻ വണ്ടി എടുത്ത് വേറെ പോവാന്. അല്ല, ബാബുച്ചേട്ടന്റെ കടയിലോട് അന്വേഷിച്ചോ? അമ്മ പോവാൻ സാധ്യതയുള്ള ആ ഏരിയയിലൊക്കെ നോക്കി. എന്റെ ദൈവം, ഇത് എവിടെ പോയി നിന്നാവോ? നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടാലോ? അതാടിക്കൂടെ നല്ലത്. വൈകുന്ന സ്റ്റേഷനിലൊക്കെ അറിയിച്ച പിന്നെ ഇനിയിപ്പോ നിനക്ക് മതിയായോ? നിനക്ക് മതിയായോ? ഇപ്പൊ 2 ദിവസം മുമ്പല്ലേ നിനക്ക് നൂഡിൽസ് ഉണ്ടാക്കി തന്നത്? ഇത്രമാത്രം കൊതിയുണ്ടോ നിനക്ക്? നൂഡിൽസ് ഒന്നും വേണ്ട, അമ്മമ്മ വന്നാ മതി. അമ്മമ്മ എവിടെ പോയി വിളിച്ചിട്ട് വരും? ആ പ്രായമായവരവരങ്ങനെ പറഞ്ഞു വിടാൻ കൊള്ളാവോ? ഇടി, ഞാനും ഒരു കാര്യമില്ലാതെ അമ്മയുടെ അടുത്ത് വാശി പിടിച്ച് വേഷം പിടിക്കുക ചെയ്തു. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ. എന്റെ കണക ടെൻഷനായിട്ട് വയ്യ. എവിടെ പോയി അന്വേഷിക്കും അമ്മേനെ? ഹലോ, അതെ, എന്റെ പൊന്നു കുഞ്ഞേ, എവിടെ വെച്ച്? മലക്കരക്കടേ ആണോ? ആ ശരി, ഞാൻ അങ്ങോട്ട് പോവാം. എന്താടാ? ഒരു 11 മണിയായപ്പോഴേ നമ്മുടെ ഒരു പയ്യനെ വിളിച്ചത്. അമ്മേനെയും വേറൊരു അമ്മയുടെ കൂടെ കൂടെയൊക്കെ നടക്കുന്ന ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, അവരുടെ കൂടെ അങ്ങോട്ട് പോകണമെന്ന്. ആരാണാവോ? അതറിയാൻ പോയാ കനക? എവിടെയായിരുന്നു അമ്മ? ഞാൻ കടയിൽ പോയി. കടയിൽ പോയിട്ട് ഇത്രയും നേരം എവിടെയായിരുന്നു? എന്താ ഇത്രയും വൈകിയത്? അത് ഞാനിവിടെ നിന്ന് അങ്ങോട്ട് കേറിയപ്പോഴ് അയ്യോ, ഇതാര് ഭവാനിയാ? എന്തൊക്കെ നിന്നെ കണ്ടിട്ട് എത്ര നാളായിട്ട്? വിശേഷങ്ങള്? വിശേഷം എന്താടി, അങ്ങനെയൊക്കെ അങ്ങ് പോണ്. വലിയ വിശേഷം പറയാനൊന്നുമില്ല. നിനക്ക് എന്തൊക്കെ വിശേഷം പറ. എന്റെ വിശേഷമൊക്കെ പറയാം, അതൊക്കെ നിക്കട്ടെ. നീ ഇപ്പൊ എങ്ങോട്ട് പോവാൻ ഇറങ്ങിയത്? പിന്നെ കൊച്ചുമോന് നൂഡിൽസ് വേണോന്ന് പറഞ്ഞു, അത് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാ. അത് ശരി. കടയെ കാണുമോ? ഈ കടയിൽ നൂഡിൽസ് ഉണ്ടെന്നുള്ളത് സംശയമാണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇതുവരെ എന്റെ മോന്റെ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇല്ലടി. ഇവിടെ അടുത്ത് തന്നെ എന്റെ മോന്റെ വീട്. എന്റെ മോൻ വീടൊക്കെ വെച്ചു. നീ വാ അങ്ങോട്ട്. ഇപ്പൊ എത്ര മക്കളായി? ഇപ്പൊ അവന് 2 മക്കള്. നിനക്ക് 4 മക്കളല്ലേ ആകെ? 2 പെണ്ണും 2 ആണ്. അത് ശരി. ഇതൊക്കെ മറന്നില്ല. എന്റെ മൂത്ത മോൻ ഇവിടെ തന്നെ വീട് വെച്ചേക്കണത്. ഇവിടെ അടുത്താ? നീ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. വാ, എന്റെ മോന്റെ വീടൊക്കെ കാണാം. പിന്നെ നിന്റെ മോന്റെ വീട് കണ്ടിട്ട് തന്നെ. കൊറേ നടക്കണോ? ഇവിടെ തന്നെ. അമ്മേനിപ്പൊ എന്താ പറയണ്ടേന്നറിയാമോ? വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റി അമ്മയ്ക്ക് വല്ല വിചാരം ഉണ്ടോ? അങ്ങോട്ട് ഇറങ്ങി പോയേക്കാണ്. ഇത്തിരി നേരം കൊണ്ട് എന്തോരം ആദ്യം പിടിച്ചെന്നറിയോ? അവൻ എവിടെയൊക്കെ പോയിട്ടാ വന്നേക്കണത്? പേടിച്ചു പോയി മനുഷ്യൻ. എന്തിനാ പേടിക്കുന്നത്? ഞാൻ കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കാൻ പോയി. എൻ്റെ നാട്, എൻ്റെ നാട്ടുകാർ, എന്നെ അറിയാവുന്നവർ. അവിടെ പോയി സാധനം വാങ്ങിച്ചെന്ന് നിങ്ങളൊന്ന് വെപ്രാളപ്പെടുന്നതെന്ന്. എനിക്ക് എന്തെങ്കിലും ആയിപ്പോയാൽ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് ആളുണ്ട്, അറിയാമോ? മക്കളെ, മക്കൾക്ക് നൂഡിൽസ് വേണ്ടേ? അമ്മ വാങ്ങിച്ചു വാ, അമ്മമ്മ ഉണ്ടാക്കി തരാം. വാ വാടാ അമ്മ. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ശരിക്കുവേ നമ്മളാ പൊട്ടന്മാര്. അമ്മ പറഞ്ഞ പോലെ അമ്മയുടെ നാട്, അമ്മയുടെ നാട്ടുകാര്,
അമ്മേനെ ആരെന്ത് ചെയ്യാനാ? അമ്മ എങ്ങോട്ട് പോവാനാ?